സ്റ്റോറി പാർവതി മഹാദേവൻ. പ്രസന്റേഷൻ ഫസ്ന ഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ VI. സിന്ദൂരഭാഗ്യം. ഇത് എങ്ങോട്ടാ ദേവേട്ട നമ്മളീ പോകുന്നത്? സ്കൂളിൽ നിന്നും യാത്ര തിരിച്ച് വീട്ടിലേക്കുള്ള വഴിയിൽ കൂടി പോവാതെ വേറെ വഴി കൂടെ പോകുന്നത് കണ്ട് ലക്ഷ്മി ദേവനോട് സംശയത്തോടെ ചോദിച്ചു. അതൊക്കെ ഉണ്ട് എൻ്റെ ലച്ചുവേ, നമ്മളിപ്പോൾ അവിടെ എത്തും. അപ്പോൾ നിന്റെ സംശയമൊക്കെ മാറും കേട്ടോ, ദേവൻ ചിരിയോടെ പറഞ്ഞു. എന്നാൽ എവിടേക്ക് ഈ ദേവേട്ടൻ എന്നെ കൊണ്ട് പോകുന്നേ? ലക്ഷ്മി മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആലോചിച്ചു. മുഖത്തേക്കടിക്കുന്ന തണുത്ത കാറ്റാണ് ലക്ഷ്മിയുടെ ചിന്തകളിൽ നിന്നും അവളെ ഉണർത്തിയത്. നേരെ നോക്കിയതും അവിടെ കാണുന്ന കാഴ്ചയിൽ ലക്ഷ്മിയുടെ കണ്ണുകൾ വിടർന്നു. അവളുടെ മുഖഭാവം ബൈക്കിന്റെ ഫ്രണ്ട് മിററിലൂടെ കണ്ട ദേവൻ അവളെ നോക്കിയൊന്ന് ചിരിച്ചു. ഇപ്പൊ മനസ്സിലായോ എൻ്റെ ലച്ചുവിന് നമ്മൾ എങ്ങോട്ടാ വന്നതെന്ന്? ദേവൻ ചോദിക്കുന്നത് കേട്ട് ലക്ഷ്മി സന്തോഷത്തോടെ തല കുലുക്കി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് തന്നെയാണ് ദേവേട്ടൻ എന്നെ കൊണ്ടുവന്നത്, ലക്ഷ്മി നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. അറിയാം പെണ്ണെ, നിനക്ക് കടലേറെ പ്രിയപ്പെട്ടതാണെന്ന്. നിന്നുടെ ഇഷ്ടങ്ങളെ എന്നിലേക്ക് ഞാൻ ആവാഹിക്കാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നുമല്ല, അതിന് 17 വർഷത്തെ പഴക്കമുണ്ട്, ദേവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. എന്താ ദേവേട്ടാ, ഇവിടേക്ക് വന്നിട്ട് വണ്ടി തന്നെ ഇരിക്കാനാണോ ഉദ്ദേശം? ലക്ഷ്മിയുടെ ചോദ്യം കേട്ടാണ് ദേവൻ അവന്റെ ചിന്തകളിൽ നിന്ന് ഉണർന്നത്. ദേവൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി ലക്ഷ്മിയുടെ കൂടെ ബീച്ചിലേക്ക് നടന്നു. മണൽത്തരികളിലൂടെ നടക്കുമ്പോഴും ലക്ഷ്മിയുടെ കണ്ണുകൾ അകലെ പടർന്നു കിടക്കുന്ന കടലാഴങ്ങളിലായിരുന്നു. നീ എന്തിനാ ലച്ചു ഇവിടെ നിന്നിങ്ങനെ നോക്കി നിൽക്കുന്നേ? നിനക്ക് കടൽ തിരകളിൽ കളിക്കണമെങ്കിൽ പോയി കളിച്ചൂടെ? ദേവൻ ചോദിക്കുന്നത് കേട്ട് ലക്ഷ്മി അവനെ അത്ഭുതത്തോടെ നോക്കി. എൻ്റെ മനസ്സിങ്ങനെ കൃത്യമായിട്ട് എങ്ങനെ ദേവേട്ടന് മനസ്സിലാക്കാൻ സാധിക്കുന്നു? ഞാൻ പറയാതെ തന്നെ എന്നെ അറിയാൻ എങ്ങനെയാ ദേവേട്ടന് കഴിയുന്നത്? അവൾ മനസ്സിലോർത്തുകൊണ്ട് അവനെ നോക്കി നിന്നു. എൻ്റെ ലച്ചുവേ, നീ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാതെങ്ങ് വാ, ദേവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കൈ പിടിച്ച് കടൽ തിരമാലകളിലേക്ക് നടന്നു. ഓരോ തിരകളും തൻ്റെ കാലുകളിൽ ചുംബിക്കുമ്പോൾ ലക്ഷ്മി ദേവന്റെ കൈകളിൽ മുറുക്ക പിടിച്ചു. തിരകൾ ശക്തമായി ആഞ്ഞടിക്കുമ്പോൾ ദേവൻ ലക്ഷ്മിയെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പിന്നിലേക്ക് മാറും. മണൽത്തരികളിൽ ഓടിക്കളിച്ചും അവരിരുവരും ആ സുന്ദര സായാഹ്നം ആസ്വദിച്ചു. എവിടെയായിരുന്നു ഇത് ഇത്രയും നേരം? നിന്നെ ഏതവനാണ് ഇപ്പൊ ബൈക്കിൽ കൊണ്ടുവന്ന് വിട്ടത്? ഹരിയുടെ അലർച്ച കേട്ടാണ് ഉമ്മറത്തേക്ക് കൃഷ്ണനും രേവതിയും വന്നത്. എന്താടാ ഇവിടെ? എന്തിനാ നീ ഇങ്ങനെ ഒച്ച വയ്ക്കുന്നത്? കൃഷ്ണൻ ചോദിക്കുന്ന കേട്ട് ഹരി ദേഷ്യത്തോടെ ഹരിതയെ നോക്കി. നിങ്ങൾ ഇവളോട് തന്നെ ചോദിച്ചു നോക്ക്, ആരുടെ കൂടെ അവളെ കറങ്ങാൻ പോയെന്ന്, ഹരി ദേഷ്യത്തോടെ പറഞ്ഞു. ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ കൂടെ ബൈക്കിൽ വന്നതിനാണോ നിങ്ങൾ ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കുന്നത്? ഹരിത ഹരിയെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു. എൻ്റെ ഭാര്യ കണ്ടവൻ്റെ കൂടെ കറങ്ങി നടക്കുന്നത് എനിക്കത്ര ഇഷ്ടമല്ല, ഹരി ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു. ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്ന് കരുതി എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോടൊന്നും നിങ്ങൾക്ക് വേണ്ടി മിണ്ടാതിരിക്കാൻ കഴിയില്ല. എൻ്റെ ഇഷ്ടത്തിനെ ഞാൻ ജീവിക്കൂ, എനിക്കെൻ്റെ ഫ്രണ്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഹരിത വാശിയോടെ പറഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സാ നിനക്ക് ഇമ്പോർട്ടൻ്റ്? നിന്റെ കഴുത്തി താലിയെട്ടി എന്നെ നിനക്ക് ഒരു വിലയില്ല അല്ലേ? ഹരി ദേഷ്യത്തോടെ ഹരിതയോടായി ചോദിച്ചു. അവന്റെ ചോദ്യത്തിന് ഹരിത അവനെ നോക്കിയൊന്ന് പുച്ഛത്തോടെ ചിരിച്ചു. താലി കെട്ടിയവന് പെണ്ണൊരു വില കൊടുക്കണമെങ്കിൽ അവന്റെ സ്വഭാവം അതുപോലെ ആയിരിക്കണം. ഒരിക്കലും തൻ്റെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്ന ഒരു ഭർത്താവിനെ ഒരു പെണ്ണും വില കൽപ്പിക്കില്ല ഹരി. കാരണം കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട് താൻ എന്നോട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നല്ലാതെ എൻ്റെ ഇഷ്ടങ്ങൾ എന്തെങ്കിലും താൻ സാധിച്ചു തന്നിട്ടുണ്ടോ? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി, എന്നിട്ട് ഇന്നേ വരെ താൻ എന്നെ ഒരു തവണയെങ്കിലും ബീച്ചിലോ ഔട്ടിങ്ങിനോ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? എപ്പോഴൊക്കെ തന്നോട് ആ കാര്യങ്ങൾ പറഞ്ഞാലും തൻ്റെ ഒടുക്കത്തൊരു തിരക്കും പറഞ്ഞ് താൻ അത് മുടക്കും. താനൊരു സ്കൂൾ ടീച്ചറല്ലേ, അല്ലാതെ പ്രധാനമന്ത്രിയൊന്നുമല്ലല്ലോ. എപ്പോഴും ഈ തിരക്ക്. ഇങ്ങനെ എൻ്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം നൽകാത്ത ഒരാൾക്ക് വേണ്ടി എൻ്റെ ജീവിതം ഹോമിക്കാൻ എന്നെ കിട്ടില്ല. ഞാനേ എൻ്റെ ഇഷ്ടത്തിന് തന്നെ ജീവിക്കും, ഹരിത ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് ആരെയും വകവയ്ക്കാതെ വീടിനകത്തേക്ക് പോയി. അവളുടെ വാക്കുകൾക്ക് മറുപടി പറയാനാവാതെ ഹരി അവിടെ തന്നെ നിന്നു. മകന്റെ അവസ്ഥ കണ്ട് മൗനമായി നിൽക്കാനേ രേവതിക്കും കൃഷ്ണനും കഴിഞ്ഞുള്ളൂ. അച്ഛനെയും അമ്മയും നോക്കാതെ ഹരി അകത്തേക്ക് കയറിപ്പോയി. തന്നെ പുച്ഛത്തോടെ നോക്കിച്ചിരിക്കുന്ന മീരയെ കണ്ട് ഹരി അവളെ ഭാവിക്കാതെ മുറിയിലേക്ക് പോവാനായി തിരിഞ്ഞു. ഏട്ടനൊന്നവിടെ നിന്നേ, മീരയുടെ വിളി കേട്ട് ഹരി അവളെ നോക്കി. അതേ, എല്ലാ പെണ്ണുങ്ങളും ലച്ചുവിനെ പോലെയാണെന്ന് ധരിക്കരുത്. നിങ്ങൾ പറയുന്നത് കേട്ട് സ്വന്തം ഇഷ്ടം ഉള്ളിലൊതുക്കി ജീവിച്ചിരുന്ന അവളെ മാത്രമേ നിങ്ങൾക്കറിയൂ.
എന്നാൽ സ്വന്തം ഇഷ്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന പെണ്ണിനെ നിങ്ങൾക്കറിയില്ല. നിങ്ങളുടെ ജീവിതം സൂക്ഷിച്ചു മുമ്പോട്ട് പോയാൽ നിങ്ങൾക്ക് കൊള്ളാം. മീര ഹരിയെ നോക്കി പറഞ്ഞിട്ട് അവളുടെ മുറിയിലേക്ക് പോയി. എന്നാൽ മീരയുടെ വാക്കുകളിൽ തന്നെ തറഞ്ഞു നിൽക്കുമായിരുന്നു ഹരി. ഹരിടാ, നമുക്കൊന്ന് ബീച്ചിൽ പോകാം പ്ലീസ്, ലക്ഷ്മി അപേക്ഷ പോലെ പറഞ്ഞു. ബീച്ചിലൊക്കെ പോവാൻ നീ എന്താ കൊച്ചു കുട്ടിയാണോ ലച്ചു? നീ ഒരു അധ്യാപികയാണ്, അതിൻ്റെ പക്വത കാണിക്കണം നീ. അല്ലാതെ ബീച്ചിൽ പോയി കളിക്കാനും ചിരിക്കാനും ഒന്നും സമയം വെറുതെ കളയരുത്. ഹരി പറയുന്ന കേട്ട് വിഷമം തോന്നിയെങ്കിലും ലക്ഷ്മി സമ്മതത്തോടെ തല കുലുക്കി. അതിൽ പിന്നെ തന്നോട് ഒരിക്കലും ലക്ഷ്മി ബീച്ചിൽ പോകുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് ഹരി ഓർത്തു. ശരിയാണ് മീര പറഞ്ഞത്, ലക്ഷ്മിയെ പോലെ അല്ല എല്ലാ പെൺകുട്ടികളും, പ്രത്യേകിച്ചും ഹരിത. ഹരി മനസ്സിൽ നിരാശയോടെ ഓർത്തു. എന്താ ലച്ചു നീ ആലോചിച്ചു കൂട്ടുന്നേ? കുറേ നേരമായല്ലോ ഈ കടലിലേക്ക് നോക്കി ഇരിക്കാൻ തുടങ്ങിയിട്ട്. എന്താ എന്താ എൻ്റെ ലച്ചു അവിടെ തന്നെ നോക്കുന്നത്? ദേവൻ തൻ്റെ തോളിൽ തലച്ചാരി വെച്ചിരിക്കുന്ന ലക്ഷ്മിയെ നോക്കി ചോദിച്ചു. അതില്ലേ ദേവേട്ടാ, ലക്ഷ്മി പറഞ്ഞത് കേട്ട് ദേവൻ അവളെ നോക്കി ചിരിച്ചു. അതൊക്കെ ഉണ്ട് ലച്ചു, നീ കാര്യം പറ. ദേവൻ കളിയാക്കി പറയുന്ന കേട്ട് ലക്ഷ്മി അവനെ കൂർപ്പിച്ചു നോക്കി. പോ ദേവേട്ടാ, എന്നെ വെറുതെ കളിയാക്കാതെ, ലക്ഷ്മി പരിഭവത്തോടെ പറഞ്ഞുകൊണ്ട് ദേവന്റെ തോളിൽ നിന്നും തന്റെ തല ഉയർത്തി അവൾ നേരെ ഇരുന്നു. എൻ്റെ ലച്ചുവേ, നിന്നെ ഞാൻ വെറുതെ കളിപ്പിച്ചതല്ലേ, അതിനിങ്ങനെ പിണങ്ങാവോ? ദേവൻ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി. ഞാൻ എൻ്റെ ദേവേട്ടനോട് അതിന് പിണങ്ങിയില്ലല്ലോ, ലക്ഷ്മി ചിരിയോടെ പറഞ്ഞുകൊണ്ട് ദേവന്റെ അരികിലേക്ക് ചേർത്തിരുന്നു. അത് കണ്ടപ്പോൾ ദേവൻ അവളെ തന്നോട് ചേർത്ത് വിളിച്ചു. ഇനി പറ, എൻ്റെ ലച്ചുമ എന്താ ചിന്തിച്ചുകൊണ്ടിരുന്നത്? ദേവൻ ചോദിക്കുന്ന കേട്ട് ലക്ഷ്മി അവനെ കടലിലേക്ക് വിരൽ ചൂണ്ടി കാണിച്ചു. അങ്ങോട്ട് നോക്കി ദേവേട്ടാ, ആ ആഴക്കടലിൽ മുങ്ങിത്താഴുന്ന സൂര്യനെ കണ്ടോ? എന്ത് രസമല്ലേ അത് കാണാൻ. ആ സൂര്യൻ കടലിൽ മുങ്ങിത്താഴുമ്പോൾ ആ തിരകളിൽ പടരുന്ന ചുവപ്പ് നിറം കാണാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, ലക്ഷ്മി കൊച്ചു കുട്ടികൾ പറയുന്ന പോലെ ദേവനെ നോക്കി പറഞ്ഞു. ആ സമയം ദേവന്റെ ദൃഷ്ടിയും അവൾ പറഞ്ഞ കാഴ്ചയിലായിരുന്നു. ശരിയാ ലച്ചു നീ പറഞ്ഞത്, സൂര്യൻ തൻ്റെ പ്രണയിനിയായ ആഴക്കടലിലേക്ക് മുങ്ങിത്താഴുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. തൻ്റെ പ്രണയത്തെ തന്നിലേക്ക് ആവാഹിക്കുമ്പോൾ അവളിലെ പ്രണയിനിയിൽ ഉടലെടുക്കുന്ന ആ പ്രണയച്ചുവപ്പും സുന്ദരമാച്ചു. പക്ഷേ എനിക്കതിലും പ്രിയപ്പെട്ടത് നിന്റെ ഈ സീമന്തരേഖയിൽ എനിക്കായി കടുപ്പിച്ചു വരച്ച ഈ സിന്ദൂര ചുവപ്പിനോടാണ്. ദേവൻ ലക്ഷ്മിയുടെ കണ്ണുകളിൽ നോക്കി പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. അവൾ സന്തോഷത്തോടെ ദേവന്റെ സ്നേഹചുംബന ഏറ്റുവാങ്ങി. ഒപ്പം അവന്റെ വാക്കുകളും അവളുടെ ഹൃദയത്തിൽ അവൾ ആവാഹിച്ചു. അതിന്റെ പ്രതീകമായി അവളുടെ കവിളുകൾ അരുണാഭമായി, അവളുടെ ചൊടികളിൽ പുഞ്ചിരി വിരിഞ്ഞു. എന്നാൽ തൻ്റെ പ്രണയിനിയിലുണ്ടാവുന്ന ഭാവമാറ്റങ്ങൾ ചെറുചിരിയോടെ നോക്കിക്കാണുകയായിരുന്നു ദേവൻ. ദേവേട്ടാ, ലക്ഷ്മി വിളിക്കുന്ന കേട്ടിട്ടും ദേവൻ ഒന്നുകൂടി ബെഡിൽ ചുരുണ്ടുകൂടി കിടന്നു. ഒന്ന് എഴുന്നേറ്റ് വാ ദേവേട്ടാ, സമയം എത്ര ആയി നോക്കിയേ? ലക്ഷ്മി പറയുന്നത് കേട്ട് ദേവൻ കണ്ണ് തുറന്ന് അവളെ നോക്കി. എൻ്റെ ലച്ചുമേ, ഇന്ന് അവധിയല്ലേടി, നിനക്ക് കുറച്ചു നേരം കൂടി കിടന്നുറങ്ങിക്കൂടെ? എന്തിനാ ഈ വെളുപ്പിനെ എഴുന്നേക്കുന്നേ? ദേവൻ ചോദിക്കുന്ന കേട്ട് ലക്ഷ്മി അവനെ കൂർപ്പിച്ചു നോക്കി. ഞാൻ രാവിലെ വരെ കിടന്നുറങ്ങിയിട്ട് വേണം ആൾക്കാർ ഓരോന്നും പറയാൻ. ലക്ഷ്മി പറയുന്നത് കേട്ട് ദേവൻ അവളെ നോക്കി ചിരിച്ചു. ആൾക്കാർ എന്തു പറയാനാ എൻ്റെ ലച്ചു? നീ നമ്മുടെ വീട്ടിൽ നമ്മുടെ മുറി കിടന്നുറങ്ങുന്നതിന് ആരും ഒന്നും പറയില്ല. അല്ലെങ്കിൽ തന്നെ നീ എന്തിനാ ലച്ചു ഇങ്ങനെ ഉറങ്ങുന്നതിനും ഉണ്ണുന്നതിനും ഒക്കെ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു നോക്കുന്നേ? നിന്റെ ഇഷ്ടം പോലെ ജീവിക്കാനുള്ള അധികാരം നിനക്കുണ്ട് ലച്ചു. ദേവൻ പറയുന്നത് കേട്ട് ലക്ഷ്മി അവനെ നോക്കി. ഹലോ മാഷ്, രാവിലെ തന്നെ ക്ലാസ് എടുപ്പ് തുടങ്ങിയോ? ഓ, അല്ലെങ്കിൽ നല്ല കാര്യം വല്ലതും നമ്മൾ പറഞ്ഞു തന്നാൽ പിന്നെ ക്ലാസ് ആണെന്നല്ലേ നീ പറയൂ, ദേവൻ പരിഭവത്തോടെ പറഞ്ഞു. അതെയോ, എങ്കിൽ ഇതുപോലെ ചുരുണ്ടോടി കിടക്കാതെ എൻ്റെ മോർണിംഗ് എഴുന്നേറ്റ് വന്നേ. ലക്ഷ്മി പറയുന്നത് കേട്ട് ദേവൻ അവളെ ചിരിയോടെ നോക്കിക്കൊണ്ട് ബെഡിലിരിക്കുന്ന അവളുടെ മടിയിലേക്ക് തല വച്ച് കിടന്നു. ദേവന്റെ ആ നീക്കം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ലക്ഷ്മി ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും തൻ്റെ മടിയിൽ കണ്ണടച്ച് ശാന്തമായി കിടക്കുന്ന ദേവനെ കണ്ടപ്പോൾ അവൾക്ക് അവനോട് വല്ലാത്തൊരു വാത്സല്യം തോന്നി. അവൾ പോലും അറിയാതെ അവളുടെ വിരലുകൾ അവൻ്റെ തലയിൽ തലോടി. ചോ, വൈകിപ്പോയല്ലോ, ദേവൻ പറയുന്ന കേട്ട് ലക്ഷ്മി അവനെ സംശയത്തോടെ നോക്കി. ഞാൻ അതല്ലേ ദേവേട്ടനെ നേരത്തെ വിളിച്ചത് എഴുന്നേക്കാൻ, എന്നിട്ടിപ്പോൾ വൈകിപ്പോയെന്നോ? ലക്ഷ്മി ഗൗരവത്തോടെ ചോദിച്ചു. എൻ്റെ ലച്ചുമേ, ഞാൻ പറഞ്ഞത് അതല്ല. ഇത്രയും സുഖമായിട്ട് ഉറങ്ങാൻ മെത്തേക്കാൻ നല്ലത് ഇവിടെയാണെന്ന് അറിയാൻ ഞാൻ വൈകിപ്പോയെന്നാ പറഞ്ഞത്. അതെയോ, എങ്കിൽ എൻ്റെ മോൻ അധികം സുഖത്തോടെ ഉറങ്ങണ്ട കേട്ടോ.
ലക്ഷ്മി ദേവനെ പിടിച്ച് തള്ളി ബെഡിലിട്ടുകൊണ്ട് പറഞ്ഞു, എടി ദുഷ്ടേ, കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോയാൽ പോരായിരുന്നുടി. ദേവൻ ചോദിക്കുന്നത് കേട്ട് ലക്ഷ്മി അവനെ നോക്കി ചിരിച്ചു. ദേവേട്ടൻ ഇത്രയും നേരം കിടന്നില്ലേ, ഇനി എഴുന്നേറ്റൊന്ന് വരാൻ നോക്ക്, നമുക്ക് ക്ഷേത്രത്തിലൊന്ന് പോയിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് പിന്നെയും കിടക്കാലോ. സത്യമായിട്ടും നീ എന്നെ മടി കിടത്തുവോ? ദേവൻ കൊച്ചു കുട്ടികൾ ചോദിക്കുന്ന പോലെ ചോദിക്കുന്ന കേട്ട് അവൾ അമ്പരപ്പോടെ അവനെ നോക്കി. പിന്നെ ഞാൻ വേറെ ആരെയാ കിടത്തുക? എൻ്റെ മടി കിടക്കാനുള്ള അവകാശം ദേവേട്ടന് മാത്രമല്ലേ ഉള്ളൂ. ലക്ഷ്മി ചോദിക്കുന്നത് കേട്ട് ദേവൻ അവളെ നോക്കിയൊന്ന് ചിരിച്ചു. അല്ലല്ലോ ലച്ചുമേ, എനിക്ക് മാത്രമല്ല നിന്റെ മടി കിടക്കാനുള്ള അവകാശം. ദേവൻ ചിരിയോടെ പറയുന്നത് കേട്ട് ലക്ഷ്മി അവനെ സംശയത്തോടെ നോക്കി. അവളുടെ നോട്ടം കണ്ടിട്ട് ദേവൻ അവളെ കണ്ണ് ചെമ്മി കാണിച്ചുകൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി. ഈ ദേവേട്ടൻ എന്താ ഉദ്ദേശിച്ചത്? വേറെ ആർക്കാ എൻ്റെ മടി കിടക്കാൻ അവകാശം? ലക്ഷ്മി ആലോചനയോടെ അവിടെ തന്നെ നിന്നു. എൻ്റെ ലച്ചുവേ, നീ ഇപ്പോഴും ഇവിടെ ഇതുപോലെ ചിന്തിച്ച് നിൽക്കുവാണോ? നീ പോയൊന്ന് ഒരുങ്ങാൻ നോക്ക്, ക്ഷേത്രത്തിൽ പോണ്ടേ? ദേവന്റെ ശബ്ദം കേട്ടാണ് ലക്ഷ്മി അവളുടെ ചിന്തയിൽ നിന്നും മോചിതയായത്. ദേവേട്ടൻ ഇത്ര പെട്ടെന്ന് കുളിച്ചിട്ട് വന്നോ? ഞാൻ പെട്ടെന്നൊന്നും അല്ല വന്നത്. നീ ഇവിടെ എന്തോ ആലോചിച്ച് ഈ കുഞ്ഞിത്തല ഇങ്ങനെ പോയിച്ചോണ്ടിരുന്നതുകൊണ്ട് സമയം പോയതൊന്നും അറിഞ്ഞു കാണില്ല. ദേവൻ ലക്ഷ്മിയുടെ തലക്കിട്ട് ചെറുതായി ഒന്ന് കൊട്ടിക്കൊണ്ട് പറഞ്ഞു. ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ കൊണ്ട് ചിന്തിപ്പിച്ചതും പോരാ, ഇപ്പൊ എനിക്കായി കുഴപ്പം. എൻ്റെ ലച്ചുമ്മ, ഇനി അധികം ഒന്നും ചിന്തിക്കണ്ട കേട്ടോ. ക്ഷേത്രത്തിൽ പോയി വന്നിട്ട് നമുക്ക് സംശയങ്ങളൊക്കെ തീർക്കാം. ദേവൻ ലക്ഷ്മിയുടെ മൂക്കിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പോഴാ എൻ്റെ ലച്ചുമ്മ കൂടുതൽ സുന്ദരിയായത്. ദേവൻ ലക്ഷ്മിയുടെ മുഖത്തെ ചിരി കണ്ടുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് ലക്ഷ്മിയുടെ കണ്ണുകൾ സന്തോഷത്തോടെ വിടർന്നു. അവളുടെ സന്തോഷം കണ്ട് ദേവന്റെ കുഞ്ഞിക്കണ്ണുകൾ ചിരിച്ചു. അമ്മേ, മഹാമായേ, എനിക്ക് നീയായിട്ട് തന്നെ സമ്മാനിച്ചതാ ദേവേട്ടൻ്റെ ഈ താലി. ഈ താലി എന്നും എന്നിൽ സുരക്ഷിതമായിരിക്കണേ. എന്നിലെ സിന്ദൂര ചുവപ്പ് എൻ്റെ മരണം വരെയും എന്നിൽ മായാതെ ഉണ്ടാവണേ. എന്നെ ഇത്രത്തോളം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന എൻ്റെ ദേവേട്ടൻ്റെ നിഷ്കളങ്കമായ പ്രണയം എന്നിലേക്ക് എന്നും ചൊരിയണേ. എല്ലാ ജന്മവും എൻ്റെ നല്ല പാതിയായി എനിക്ക് ദേവേട്ടനെ തന്നെ തന്നേക്കണേ. ലക്ഷ്മി ക്ഷേത്രനടയിലെ ദേവി സ്വരൂപത്തിൽ നോക്കി തൻ്റെ മനസ്സിലെ പ്രാർത്ഥനകൾ സമർപ്പിച്ചു. ആ സമയം ദേവന്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നത് ഒരു കാര്യം മാത്രമായിരുന്നു. എൻ്റെ ലച്ചു എന്നും സന്തോഷത്തോടെ ഇരിക്കാൻ അമ്മ അനുഗ്രഹിക്കണേ. ദേവൻ ഭഗവതിയെ നോക്കി തൊഴുതു. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് രണ്ടുപേരും തീർത്ഥം വാങ്ങിച്ചു. ലക്ഷ്മി പ്രസാദം വാങ്ങി. അവൾ ഇലച്ചീന്തിൽ നിന്നും കളഭമെടുത്ത് ദേവന്റെ നെറ്റിയിൽ തൊട്ടുകൊടുത്തു. അതേസമയം ദേവൻ ഇലയിൽ നിന്നും തന്റെ തൊടുവിരലാൽ സിന്ദൂരം എടുത്ത് ലക്ഷ്മിയുടെ സീമന്തരേഖ ചുവപ്പിച്ചു. ലക്ഷ്മി സന്തോഷത്തോടെ ദേവിയുടെ നടയുടെ മുൻപിൽ നിന്നും കൈകൂപ്പിക്കൊണ്ട് ദേവന്റെ കുങ്കുമച്ചുവപ്പ് സന്തോഷത്തോടെ സ്വീകരിച്ചു. അന്ന് ദേവേട്ടൻ്റെ സിന്ദൂരച്ചുവപ്പ് നിർവികാരിയായി ഏറ്റുവാങ്ങിയവളാണ് ഞാൻ. പക്ഷേ ഇന്ന് ഈ സിന്ദൂരച്ചുവപ്പിനോളം എനിക്ക് പ്രിയപ്പെട്ടതായിട്ട് മറ്റൊന്നുമില്ല. എന്നിലെ സീമന്തരേഖ എന്ന് ചുവക്കുന്നത് എൻ്റെ യഥാർത്ഥ പ്രണയത്താലാണ്. ലക്ഷ്മി മനസ്സിൽ പറഞ്ഞുകൊണ്ട് ദേവനെ നോക്കി. അവൻ്റെ കണ്ണുകളും തന്നിലാണെന്നറിഞ്ഞപ്പോൾ ലക്ഷ്മി പിടച്ചിലോടെ അവളുടെ കണ്ണുകൾ അവൻ്റെ കുഞ്ഞിക്കണ്ണുകളിൽ നിന്നും പിൻവലിച്ചു. തൻ്റെ നോട്ടത്തിൽ തൻ്റെ പ്രിയപ്പെട്ടവളിൽ ഉണ്ടാകുന്ന മാറ്റം ആസ്വദിച്ചുകൊണ്ട് ദേവന്റെ കണ്ണുകൾ തിളക്കത്തോടെ പുഞ്ചിരിച്ചു. ക്ഷേത്രനടയിൽ നിന്നും തൊഴുതിറങ്ങി ദേവനും ലക്ഷ്മിയും കൂടി വെളിയിലേക്ക് നടന്നു. ലച്ചു, വിളി കേട്ട് ലക്ഷ്മി തിരിഞ്ഞു നോക്കി. അവിടെ നിൽക്കുന്ന ആളെ കണ്ട് ലക്ഷ്മി ദേവനെ നോക്കി. അവൻ ചിരിയോടെ കണ്ണുകൾ ചിമ്മി കാണിച്ചതും ലക്ഷ്മി അങ്ങോട്ടേക്ക് നടന്നു. ഞാൻ കരുതി നിനക്ക് എന്നോട് മിണ്ടാൻ താല്പര്യമില്ലായിരിക്കുമെന്ന്. മീര പറയുന്നത് കേട്ട് ലക്ഷ്മി അവളെ ഒന്ന് നോക്കി ചിരിച്ചു. എനിക്ക് നിന്നോട് മിണ്ടാൻ എന്തിനാടി താല്പര്യക്കുറവ്? നീ എൻ്റെ കൂട്ടുകാരിയല്ലേ? പഴയ ചിരിയും കുറുമ്പുള്ള ലക്ഷ്മിയെ വീണ്ടും ഇതുപോലെ കാണാൻ കഴിയുമെന്ന് വിചാരിച്ചതല്ല. നിന്റെ നിരാശ ബാധിച്ച ജീവിതത്തിന് ഞാനും കൂടി കാരണക്കാരിയാണല്ലോ എന്ന ചിന്തയായിരുന്നു എനിക്ക്. പക്ഷേ ഇന്നെനിക്ക് സന്തോഷമായി. അന്ന് അങ്ങനെയൊക്കെ നടന്നത് നന്നായി മീരെ. ഇല്ലെങ്കിൽ നിന്റെ ചേട്ടൻ്റെ സ്വാർത്ഥതയ്ക്ക് പാത്രമായി ഞാനൊരു പാവയെ പോലെ ജീവിക്കേണ്ടി വന്നേനെ. ഇന്ന് എന്നെ ഞാനാക്കി മാറ്റിയത് എന്നെ നിഷ്കളങ്കമായിട്ട് ആത്മാർത്ഥതയോടെ പ്രണയിക്കുന്ന ദേവേട്ടൻ കാരണമാണ്. ആ പ്രണയത്തിന് മുൻപിൽ പകരം വയ്ക്കാൻ ഒന്നിനും ആവില്ല. അത്രക്ക് പാവാ എൻ്റെ ദേവേട്ടൻ. ലക്ഷ്മി ഉത്സാഹത്തോടെയും സന്തോഷത്തോടെയും ദേവനെക്കുറിച്ച് പറയുന്നത് കേട്ട് മീര ദേവനെ നോക്കി. ആൽമര ചുവട്ടിൽ ലക്ഷ്മിയെ നോക്കി ചിരിയോടെ നിൽക്കുന്ന ദേവനെ കണ്ട് മീരയുടെ മനസ്സും സന്തോഷത്താൽ നിറഞ്ഞു. തൻ്റെ കൂട്ടുകാരിക്ക് അവളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന പങ്കാളിയെ തന്നെയാണല്ലോ കിട്ടിയത് എന്ന ചിന്ത മീരയുടെ മനസ്സിലുണ്ടായിരുന്ന വിഷമങ്ങളെല്ലാം പാടെ അകറ്റി. തുടരും.